നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലുടനീളം സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളകൾക്ക് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത്. എറണാകുളത്ത് മെയ് 17 മുതൽ 23 വരെ മറൈൻ ഡ്രൈവ് മൈതാനത്ത് അരങ്ങേറിയ മേള നാടിന്റെ വികസന മുന്നേറ്റങ്ങളും വൈവിധ്യമാർന്ന സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു ഉത്സവമായിരുന്നു. ആ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും നമുക്കൊരു തിരിഞ്ഞുനോട്ടം നടത്താം. മറൈൻ ഡ്രൈവിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് എന്റെ കേരളം എറണാകുളം ജില്ലാതല മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു സർക്കാർ തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് കടക്കുന്നതെന്നും ഒരിക്കലും നടക്കില്ല എന്ന് പലരും പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് എന്റെ കേരളം വിപണന മേളയ്ക്ക് കൊച്ചിയിൽ തുടക്കമായത്. മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥമായിട്ട് ഈ ഒരു മൊമെന്റിൽ വിഷ് ചെയ്തുകൊണ്ട് ബ്ലെസ് ചെയ്തുകൊണ്ട് ലെറ്റ്സ് പുട്ട് our hands together. ഗംഭീരമായിട്ടുള്ള ഒരു കൈയ്യടി തന്നെ നമുക്ക് കൊടുക്കാം. കേരളത്തിൽ ആദ്യമായാണ് ഒരു സർക്കാർ തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് കടക്കുന്നതെന്നും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് കടക്കുന്നത്. തുടർ ഭരണമാദ്യമായിട്ടാണ് തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് എത്തുന്നത്. ഒരു ഗവൺമെന്റ് തുടർച്ചയാണ്, കഴിഞ്ഞ ഗവൺമെന്റ് തുടർച്ചയാണ് ഈ ഗവൺമെന്റും. സമഗ്രമായ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുന്നതിനും ഒരു നവകേരള സൃഷ്ടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നതിന്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ അധികം അവതരിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പ്രഖ്യാപനങ്ങൾ മാത്രമായി കിടന്നിരുന്ന പല പദ്ധതികൾക്കും ജീവൻ വയ്ക്കാനും പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനും ഭാവി കേരളത്തെ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനും ഈ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ 194 തീം സർവീസ് സ്റ്റോളുകളും 82 കൊമേഴ്സ്യൽ സ്റ്റോളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 276ലധികം സ്റ്റോളുകളും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 57,000 ചതുരശ്ര അടിയിലാണ് പവിലിയൻ ഒരുക്കിയിട്ടുള്ളത്. സർക്കാരിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച സ്റ്റോളുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും പ്രശസ്ത കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള സംഗീത സന്ധ്യകളും ഒരുക്കിയിട്ടുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകളുടെ 194 തീം സർവീസ് സ്റ്റാളുകളും 82 വാണിജ്യ സ്റ്റാളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 276ലധികം സ്റ്റാളുകളാണ് മേളയിൽ അണിനിരുന്നത്. 57,000 ചതുരശ്ര അടിയിലുള്ള പവലിയനിൽ രാവിലെ 10 മുതൽ രാത്രി 9 വരെ സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. സർക്കാരിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ എന്നിവ ജനങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാനും സംവദിക്കാനും ഇവിടെ അവസരമൊരുക്കി. വിദഗ്ധർ പങ്കെടുത്ത സെമിനാറുകളും പ്രശസ്ത കലാകാരന്മാരുടെ സംഗീത സന്ധ്യകളും മേളയ്ക്ക് മാറ്റുകൂട്ടി. ഇനി നമുക്ക് മേളയിലെ പ്രധാന ആകർഷണങ്ങളായ ചില സ്റ്റാളുകളിലേക്ക് പോകാം. പോഷകസമൃദ്ധമായ നാടൻ ഭക്ഷണങ്ങളുടെ പ്രദർശനവും രുചിയറിയാനുള്ള അവസരവും ഇവിടെ ഉണ്ടായിരുന്നു. ശംഖുപുഷ്പവും ഞാവൽപ്പഴവും ചേർത്ത് നീല നിറത്തിൽ തയ്യാറാക്കിയ തേങ്ങാപ്പാൽ പിടി, അപ്പം, ഓട്സ്, പുട്ട്, ഇഡ്ഡലി, ചമ്മന്തി തുടങ്ങിയ വിഭവങ്ങൾ ഏറെ ശ്രദ്ധ നേടി. അതോടൊപ്പം ഹൈടെക് അംഗനവാടി മാതൃകയിൽ കുട്ടികൾക്കായി കളിസ്ഥലവും കളിപ്പാട്ടങ്ങളും ഒരുക്കിയിരുന്നു. ICDS പദ്ധതിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ആദ്യകാല അംഗനവാടികളിൽ നിന്ന് ഇന്നത്തെ ഹൈടെക് അംഗനവാടികളിലേക്കുള്ള വളർച്ചയും കുട്ടികൾക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങളും മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചു. അംഗനവാടികളിലെ ഭക്ഷണം, പോഷകാഹാരങ്ങൾ, പടവുകൾ, ആശ്വാസനിധി, വിദ്യാധനം, ദത്തെടുക്കൽ തുടങ്ങിയ വിവിധ സേവനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും ലഭ്യമാക്കി. പോലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ 7 ദിവസവും വർണ്ണാഭമാക്കുകയാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്റ്റാള്.
ശംഖുപുഷ്പവും ഞാവൽപ്പഴവും ചേർത്ത് നീല നിറത്തിൽ തേങ്ങാപ്പാൽ പിടി, അപ്പം, ഓട്സ്, പുട്ട്, ഇഡലി, ചമ്മന്തി തുടങ്ങി നിരവധി സാധനങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനൊപ്പം അവ രുചിച്ചു നോക്കുവാനും ഇവിടെ അവസരമുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രദർശനം മാത്രമല്ല, ഹൈടെക് അംഗനവാടി മോഡലിൽ കുട്ടികൾക്ക് കളിക്കുവാനായി പാർക്കും കളിപ്പാട്ടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ICDS പദ്ധതിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ആദ്യകാലങ്ങളിലെ അംഗനവാടികളിൽ നിന്നും ഇന്നത്തെ ഹൈടെക് അംഗനവാടികളിൽ കുട്ടികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ലഭ്യമാകുമെന്ന് മനസ്സിലാക്കുന്ന വിധത്തിലാണ് സ്റ്റാള് ക്രമീകരിച്ചിരിക്കുന്നത്. അംഗനവാടിയിൽ കുട്ടികൾക്ക് ലഭ്യമാകുന്ന ഭക്ഷണങ്ങൾ, നൽകാവുന്ന പോഷകാഹാരങ്ങൾ, പടവുകൾ, ആശ്വാസനിധി, വിദ്യാധനം, ദത്തെടുക്കൽ തുടങ്ങി വിവിധ സേവനങ്ങളുടെ വിശദീകരണങ്ങളും സ്റ്റാളിലെത്തുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ട്. പ്രതിയാകാതെ ജയിലിൽ കയറണോ? തൂക്കുമരത്തിന്റെ പ്രവർത്തനം നേരിട്ടറിയണോ? ഇതായിരുന്നു ജയിൽ വകുപ്പിന്റെ സ്റ്റാളിലേക്ക് സന്ദർശകരെ ആകർഷിച്ച ചോദ്യങ്ങൾ. മേളയിൽ എത്തിയവർക്ക് ജയിൽ കയറാതെ തന്നെ ജയിൽ അനുഭവങ്ങൾ പ്രതീകാത്മകമായി അറിയാൻ ഇവിടെ അവസരമൊരുക്കി. ജയിലിനെ കുറിച്ചുള്ള പൊതുസമൂഹത്തിന്റെ സങ്കല്പങ്ങൾ മാറ്റുക എന്നതായിരുന്നു ഇതിലൂടെ വകുപ്പ് ലക്ഷ്യമിട്ടത്. വധശിക്ഷ നടപ്പാക്കുന്നതിന്റെ മാതൃകയും സ്റ്റാളിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു. ഇത് കൗതുകത്തിനൊപ്പം പലർക്കും പുതിയൊരു അനുഭവമായി മാറി. പ്രതിയാകാതെ നിങ്ങൾക്ക് ജയിലിൽ കയറണോ? തൂക്കുമരത്തിന്റെ പ്രവർത്തനം നേരിട്ടറിയണോ? എങ്കിൽ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ജയിൽ വകുപ്പിന്റെ സ്റ്റോളിൽ പോയാൽ മതി. ജയിൽ വകുപ്പിന്റെ സ്റ്റോൾ സന്ദർശകർക്ക് ഒരേ നിമിഷം കൗതുകവും പുതിയ അനുഭവവുമാണ്. പലർക്കും ജയിലിൽ കയറിയപ്പോൾ പറയാനുള്ളത് വേറിട്ട അനുഭവങ്ങളാണ്. കാണാൻ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോഴാണ് നമുക്ക് എക്സൈറ്റ്മെന്റ് എത്ര ഉണ്ട് മനസ്സിലാക്കുക. ജയിലിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള പൊതുസങ്കല്പം മാറ്റുക എന്നത് തന്നെയാണ് ജയിൽ വകുപ്പിന്റെ ലക്ഷ്യം. സെല്ലിന്റെ ഏകദേശം ഒരു മിനിയേച്ചർ, ഒരു സെല്ല് എന്താണ്, ആ സെല്ലിൽ ഒരു തടവുകാരൻ ജയിലിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, പായ, ജമുക്കാളം, 2 പ്ലേറ്റ്, ഗ്ലാസ് അടങ്ങുന്ന ഒരു ഭാഗം, ഒരു സെല്ല് എങ്ങനെയായിരിക്കുമെന്നും അവർക്കുള്ള വാഷ്റൂം സൗകര്യം, ഇപ്പോൾ നൽകുന്ന TV-യുടെ സൗകര്യം, ഇതുകൂടാതെ ലൈബ്രറി, അവരുടെ ദൈനംദിന ഡയറ്റ് അടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ തടവുകാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ലോക്കപ്പ് ബോർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ജയിലിൽ വധശിക്ഷ നടപ്പാക്കുന്നതിന്റെ മാതൃകയാണ് മേളയിലെ പ്രധാന ആകർഷണം. തൂക്കുമരത്തിൻ്റെ ഒരു മോഡൽ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ കണ്ണൂരും പൂജപ്പുരയിലുമാണ് തൂക്കുമരങ്ങളുള്ളത്. എറണാകുളം ജില്ലയിൽ അതില്ല. എന്നിരുന്നാലും പബ്ലിക്കിന് തൂക്കുമരത്തിനെ കുറിച്ച് എന്താണ് തൂക്കുമരമെന്നും, കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, കൈ പുറകോട്ട് കെട്ടി കാലും കെട്ടി കറുത്ത തുണിയിട്ട് ഒറ്റ തൂക്കൽ. പക്ഷേ അതല്ല, അതിൻ്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. കയറിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ട് റേഷ്യോ ഉണ്ട്, അതിൻ്റെ വ്യാസമുണ്ട്, തടവുകാരൻ്റെ അത് നടപ്പിലാക്കുന്നതിനൊരു രീതിയുണ്ട്. ഇതെല്ലാത്തിനെയും കുറിച്ചും ഒരു ലഘു വിവരണം കൂടെ കൊടുക്കുക കുറഞ്ഞ സമയം കൊണ്ട്. അതാണ് നമ്മുടെ ടീം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പുഴവെള്ളം എങ്ങനെയാണ് ശുദ്ധമായി കുടിവെള്ളമായി മാറ്റുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാളിൽ ഒരുക്കിയിരുന്നത്. പൊതുജനങ്ങൾക്ക് സാധാരണയായി പ്രവേശനമില്ലാത്ത ജലശുചീകരണ പ്ലാന്റിന്റെ ഒരു മിനിയേച്ചർ മാതൃക തയ്യാറാക്കിയാണ് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ജലവിഭവ വകുപ്പിന്റെ കീഴിൽ ഇത്തരമൊരു മാതൃക ഒരു മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ജല അതോറിറ്റി ജീവനക്കാരായ ED സനൽ, CK വിനോദ്, MB വിനോദ് എന്നിവർ ചേർന്നാണ് 20 ദിവസം കൊണ്ട് ഈ പ്ലാന്റിന്റെ മാതൃക നിർമ്മിച്ചത്. എങ്ങനെയാണ് പുഴവെള്ളം കുടിവെള്ളമായി മാറുന്നത്? അതിനുള്ള ഉത്തരമാണ് ജല അതോറിറ്റി എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കാണിച്ചു തരുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ജലവകുപ്പിന്റെ കീഴിൽ ജലശുദ്ധീകരണ പ്ലാന്റിന്റെ മാതൃക ഇത്തരമൊരു മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ജലശുദ്ധീകരണ പ്ലാന്റിന്റെ പ്രവർത്തന മാതൃകയും അതിൽ നടക്കുന്ന ശുദ്ധീകരണ പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ അവസരമൊരുക്കുകയാണ് ജല അതോറിറ്റി. ആലുവയിലുള്ള ജലശുദ്ധീകരണശാലയിൽ എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം തന്നെ ഇവിടെ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് അറിയാത്തവർ വാട്ടർ അതോറിറ്റിയിൽ വെള്ളം വെറുതെ പുഴയിൽ നിന്ന് അടിച്ചു കയറ്റുന്ന തെറ്റിദ്ധാരണയുള്ള നിരവധി ആളുകളുണ്ടായിരുന്നു. അത്തരം ആളുകൾക്ക് ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ട് ഇത്തരം ഒരു പരിപാടിയിലൂടെ. ഇവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സ്റ്റെപ്പ് ബൈ ഏതാണ്ട് 8ഓളം സ്റ്റെപ്പുകൾ നമ്മൾ കഴിഞ്ഞിട്ടാണ്
കുടിവെള്ളം വിതരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. ജല അതോറിറ്റി ജീവനക്കാരനായ ED സനൽ, CK വിനോദ്, MB വിനോദ് എന്നിവർ ചേർന്ന് 20 ദിവസം കൊണ്ടാണ് പ്ലാന്റിന്റെ മാതൃക നിർമ്മിച്ചത്. അഗ്നിരക്ഷാ സേനയുടെ സ്റ്റാളും ഏറെ ശ്രദ്ധേയമായി. അമേരിക്കൻ കമ്പനിയായ ഷാർക്ക് അവതരിപ്പിച്ച നൂതന സാങ്കേതിക വിദ്യയുള്ള റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണമായിരുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണം. വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ തീയുടെ അടുത്തേക്ക് ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ ഈ റോബോട്ടിന് സാധിക്കും. ക്യാമറ ഘടിപ്പിച്ച മോണിറ്റർ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഈ റോബോട്ടിന് കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങളിലെ പടവുകൾ കയറാനും സാധിക്കും. തെർമൽ മോഡ് ഉപയോഗിച്ച് രാത്രിയിലും തകർന്ന കെട്ടിടങ്ങളിൽ അകപ്പെട്ടവരെ കണ്ടെത്താനും കഴിയും. തീ പിടിക്കാത്ത സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ എത്ര തീക്ഷ്ണമായ അഗ്നിയെയും ഇതിന് അതിജീവിക്കാൻ കഴിയും. ഇതുകൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ശുശ്രൂഷകളെക്കുറിച്ചുള്ള അറിവുകളും ഇവിടെ പകർന്നു നൽകി. പരിധിക്കപ്പുറം തീപിടുത്തമുണ്ടായാൽ തീയുടെ വളരെ അടുത്തു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ ഈ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണം. കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങൾക്ക് തീപിടിക്കുന്ന സാഹചര്യങ്ങളിൽ അതിവേഗം പടവുകൾ കയറിയെത്തും ഈ റോബോട്ട്. ക്യാമറ ഘടിപ്പിച്ച മോണിറ്റർ ഉപയോഗിച്ചാണ് ഇവയെ നിയന്ത്രിക്കുന്നത്. ഏറ്റവും പുതുതായിട്ട് നമ്മുടെ സർവീസിൽ എത്തിയിരിക്കുന്നത് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് ആണ്. ഇത് തീയുടെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങളിലോ തീപിടുത്തമുണ്ടാകുന്ന സമയത്ത് തീയുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് ഏറ്റവും ഷോർട്ട് റേഞ്ചിൽ നിന്ന് തീ അണയ്ക്കുന്നതിന് ഈ ഉപകരണത്തിന് കഴിയും. ഇതിൽ 250-300 മീറ്റർ വരെ പോയി തീ അണയ്ക്കുന്നതിന് വേണ്ടി എന്നുള്ള കൺട്രോളിംഗ് സിസ്റ്റം, റിമോട്ടിക് കൺട്രോളിംഗ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. തെർമൽ മോഡാണ് മോണിറ്ററിന്റെ പ്രത്യേകത. തെർമൽ മോഡിലൂടെ രാത്രിയിൽ വരെ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും. തകർന്ന നിലയിലുള്ള കെട്ടിടങ്ങളിൽ ആരെങ്കിലും അകപ്പെട്ടാൽ തെർമൽ മോഡ് ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. തീപിടിക്കാത്ത സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്നെ എത്ര തീഷ്ണമായ അഗ്നിയെയും അതിജീവിക്കാൻ ഈ ഉപകരണത്തിന് സാധിക്കും. ഇതിനു പുറമെ ജീവൻ രക്ഷിക്കും അഗ്നിരക്ഷാ അറിവുകളും എന്റെ കേരളം പ്രദർശനമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കളികൾക്കിടയിൽ കുസൃതി കുരുന്നുകൾ അപകടത്തിൽപ്പെടുമ്പോൾ പകച്ചു നിൽക്കാതെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ശുശ്രൂഷകൾ എന്തെല്ലാമാണെന്നും ഇവിടെ വന്നാൽ അറിയാൻ സാധിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷാ മാർഗങ്ങൾ പകർന്നു നൽകുകയാണ് അഗ്നിരക്ഷാ സേനയുടെ സ്റ്റോളുകൾ. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നാടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേരളം മുന്നിൽ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് സംസ്ഥാന അഗ്നിസുരക്ഷാ സേന. യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുന്ന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ താൽക്കാലികമായി നിർമ്മിക്കുന്ന ബർമ പാലത്തിന്റെ മാതൃകയും പ്രദർശിപ്പിച്ചിരുന്നു. വടവും പ്ലാസ്റ്റിക് കയറും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലം കാണാനും പരീക്ഷിക്കാനും നിരവധി പേർ എത്തിച്ചേർന്നു. ദുരന്തമുഖത്ത് പൊതുജനങ്ങൾക്ക് പതറാതെ അതിജീവിക്കാനുള്ള പരിശീലനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫയർഫോഴ്സ് സ്റ്റോൾ ഒരുക്കിയിരിക്കുന്നത്. പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, യുദ്ധം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുന്ന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ വടം, പ്ലാസ്റ്റിക് കയർ എന്നിവ ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിക്കുന്നതാണ് ബർമ പാലം. ബർമ പാലം കാണാനും പരീക്ഷിക്കാനും നിരവധി പേരാണ് ഫയർഫോഴ്സിന്റെ സ്റ്റോളിലെത്തുന്നത്. കളിയും ഉല്ലാസവുമായിരുന്നു കായിക വകുപ്പിന്റെ സ്റ്റാളിലെ പ്രധാന ആകർഷണം. ഈ അവധിക്കാലത്ത് കുട്ടികളുമായി കളിച്ചുല്ലസിക്കാൻ ഒരിടം തേടുന്നവരെ ഈ സ്റ്റാൾ നിരാശപ്പെടുത്തിയില്ല. 15-ലധികം ഗെയിമുകളും ആരോഗ്യ നിർണയത്തിനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. പന്തിന്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത കവാടം കടന്നാൽ ഒരു കായിക മൈതാനിയുടെ പ്രതീതിയായിരുന്നു. സിന്തറ്റിക് ട്രാക്കിലൂടെ നടക്കാനും ആർച്ചറി, മിനി ബാസ്കറ്റ്ബോൾ, ഹൂപ്സ്, ഫുട്ബോൾ ഷൂട്ടൌട്ട്, ഹോക്കി, മൈൻഡ് റിലാക്സിംഗ് ഗെയിം എന്നിങ്ങനെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനും അവസരമുണ്ടായിരുന്നു. വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. കായിക വകുപ്പിന്റെ മികച്ച പദ്ധതിയായ ഹെൽത്തി കിഡ്സ് എന്ന പദ്ധതിയും ഇവിടെ വിജയകരമായി അവതരിപ്പിച്ചു.
കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് എന്റെ കേരളം പ്രദർശന വിപണനമേളയിലെ കായിക വകുപ്പിന്റെ സ്റ്റാൾ. 15ലധികം ഗെയിമുകളും ആരോഗ്യ നിർണയത്തിനുള്ള സംവിധാനങ്ങളും പൊതുജനങ്ങൾക്കായി സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. പന്തിന്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു കായിക മൈതാനിയിലേക്ക് കടന്നു ചെല്ലുന്ന പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്. അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന സിന്തറ്റിക് ട്രാക്കിലൂടെ സന്ദർശകർക്ക് നടക്കാൻ സാധിക്കും. ആർച്ചറി, മിനി ബാസ്കറ്റ്ബോൾ, ഹൂപ്സ്, ഫുട്ബോൾ ഷൂട്ടൌട്ട്, ഹോക്കി, മൈൻഡ് റിലാക്സിംഗ് ഗെയിം എന്നിങ്ങനെ രസമുള്ള കായിക വിനോദങ്ങളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഗെയിമുകളിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് സ്റ്റാളിൽ സമ്മാനവും നൽകുന്നുണ്ട്. കായിക വകുപ്പിന്റെ മികച്ച പദ്ധതിയായ ഹെൽത്തി കിഡ്സ് എന്ന പദ്ധതിയും സ്റ്റാളിൽ വിജയകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിന്റെ നൂലിഴകൾ കോർത്തുവെച്ച ചേന്ദമംഗലം കൈത്തറിയുടെ സ്റ്റാളും മേളയിൽ ശ്രദ്ധേയമായി. ചേന്ദമംഗലം നെയ്ത്ത് തൊഴിലാളികൾ നെയ്തെടുത്ത വിവിധയിനം വസ്ത്രങ്ങളും പ്രദർശനത്തിന് വിപണനത്തിനുമായി ഒരുക്കിയിരുന്നു. നെയ്ത്ത് തൊഴിൽ എങ്ങനെയാണെന്നും ഒരു വസ്ത്രം എങ്ങനെ നെയ്യാമെന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിച്ചു. നെയ്ത്ത് തൊഴിൽ എങ്ങനെയാണെന്നും എങ്ങനെയൊരു വസ്ത്രം നെയ്യാമെന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചേന്ദമംഗലം നെയ്ത്ത് തൊഴിലാളികൾ. തൊഴിലാളികൾ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ 20% റിബേറ്റോട് കൂടിയാണ് വിപണനമേളയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൈത്തറിയെ സംരക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെൻറ് തന്നെയാണ്. കാരണം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് മുമ്പ് യൂണിഫോം പദ്ധതി കൊണ്ടുവന്നുകൊണ്ടാണ് കൈത്തറിയെ ഇപ്പോൾ പിടിച്ചു നിർത്താൻ തന്നെ സാധിച്ചത്. കൈത്തറിയിൽ യൂണിഫോം പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് മാത്രം തന്നെയാണ്. സെറ്റ് മുണ്ടുകൾ, സാരികൾ, ടവലുകൾ, ഷോളുകൾ എന്നിങ്ങനെ വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ വിപണനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. മണിക്കൂറുകളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഓരോ കൈത്തറി വസ്ത്രവുമെന്ന് ഈ സ്റ്റാൾ നമ്മെ ഓർമ്മിപ്പിച്ചു. കാലത്തിനൊപ്പം മാറുന്ന ഖാദി ഉൽപ്പന്നങ്ങളായിരുന്നു ഖാദി ബോർഡിന്റെ സ്റ്റാളിലെ മുഖ്യ ആകർഷണം. ഖാദി ഒരു വസ്ത്രം മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പുത്തൻ ട്രെൻഡിലുള്ള വസ്ത്രങ്ങൾ 35% റിബേറ്റോടുകൂടി ഇവിടെ അവതരിപ്പിച്ചു. ചർക്കയിൽ കൈകൊണ്ട് നെയ്തെടുക്കുന്ന ഖാദി സാരികൾ, മുണ്ടുകൾ, കുർത്തകൾ, ചുരിദാർ, തുണിത്തരങ്ങൾ, ഷർട്ടുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു. നെയ്ത്ത് തൊഴിൽ എങ്ങനെയാണെന്നും എങ്ങനെയൊരു വസ്ത്രം നെയ്യാമെന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചേന്ദമംഗലം നെയ്ത്ത് തൊഴിലാളികൾ. തൊഴിലാളികൾ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ 20% റിബേറ്റോട് കൂടിയാണ് വിപണനമേളയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. കുറേ പഴയ മോഡലിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ടിട്ട് ഇഷ്ടംപോലെ ഡിസൈനിനോട് കൂടിയിട്ട് പ്രിന്റുകളോട് കൂടിയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സെയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. സെറ്റ് മുണ്ടുകൾ, സാരികൾ, ടവലുകൾ, ഷോളുകൾ എന്നിങ്ങനെ വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ വിപണനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ വൈവിധ്യമാർന്ന മണ്ണിനങ്ങൾ ഒരു കുടക്കീഴിൽ അവതരിപ്പിച്ച് മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ സ്റ്റാളും ശ്രദ്ധ പിടിച്ചുപറ്റി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 11 തരം മണ്ണുകൾ, മലയോര മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്, പഞ്ചാരം മണൽ, കരിമണൽ, തീരദേശ മണ്ണ്, എക്കൽ മണ്ണ്, ഓണാട്ടുകര മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, വെട്ടുകൽ മണ്ണ് എന്നിവ ഇവിടെ കാണാമായിരുന്നു. മണ്ണ് പരിശോധനയ്ക്കുള്ള സൗകര്യവും മണ്ണിന്റെ ഗുണനിലവാരം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന പോസ്റ്ററുകളും സ്റ്റാളിൽ ഒരുക്കിയിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ മണ്ണിനങ്ങൾ ഒരു കുടക്കീഴിൽ അവതരിപ്പിക്കുകയാണ് മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ്. ഭൂമിശാസ്ത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന 11 തരം മണ്ണുകളാണ് മേളയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
മലയോര മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്, പഞ്ചാരമണൽ, കരിമണൽ, തീരദേശ മണ്ണ്, എക്കൽ മണ്ണ്, ഓണാട്ടുകര മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, വെട്ടുകൽ മണ്ണ് എന്നീ വ്യത്യസ്ത ഇനം മണ്ണുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവ കൂടാതെ മണ്ണ് പരിശോധനയ്ക്കായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ചാൽ പരിശോധനയ്ക്കായി നൽകിയ മണ്ണ് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി മറുപടിയും നൽകും. നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന മണ്ണിൻ്റെ ഘടന, പരിച്ഛേദം, പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് സാമ്പിളുകൾ എങ്ങനെയാണ് പരിശോധനയ്ക്ക് വേണ്ടി എടുക്കുന്നത് അതിനുള്ള മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ 3-4 സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ട് അത് കോണോട് എടുത്തിട്ട് മുകളിൽ നിന്ന് താഴെ വരെയുള്ള 1 ഇഞ്ച് മണ്ണ് ഒരു 3-4 സ്ഥലത്തെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് 4ആക്കിയത് നമ്മൾ തിരിക്കും. അതിൻ്റെ കോർണറിലെ മണ്ണുകൾ മാറ്റിയതിന് ശേഷം വീണ്ടും അത് 1/2 കിലോഗ്രാം ആകുന്നത് വരെ ആ പ്രോസസ്സ് ചെയ്യും. മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി അവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത പകർന്നു നൽകുന്നതിനായുള്ള വിവരങ്ങളും ചിത്രങ്ങളും അടങ്ങിയ നിരവധി പോസ്റ്ററുകളാണ് സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് കയർ പിരിക്കുന്നതെന്ന് നേരിട്ട് കാണാനും പരീക്ഷിച്ചു നോക്കാനും അവസരമൊരുക്കിയ കയർ വകുപ്പിന്റെ സ്റ്റാളിലും തിരക്കനുഭവപ്പെട്ടു. പ്രകൃതിയോട് ഇണങ്ങിയ കയർ ഉൽപ്പന്നങ്ങളും ചെടിച്ചട്ടികളും കുറഞ്ഞ നിരക്കിൽ ഇവിടെ ലഭ്യമാക്കിയിരുന്നു. പരമ്പരാഗത രീതിയിൽ കയർ പിരിച്ചു നോക്കാൻ കൗതുകക്കാർ ഏറെയാണ്. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കയർ വകുപ്പ് ഒരുക്കിയിരിക്കുന്ന സ്റ്റോളിൽ പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് കയർ പിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് നേരിട്ട് കണ്ടറിയുന്നതിനൊപ്പം പരീക്ഷിച്ചു നോക്കാനും അവസരമുണ്ട്. പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന പരമ്പരാഗത രീതിയിൽ നെയ്തെടുക്കുന്ന കയറിനു പുറമെ നിരവധി കയറുൽപ്പന്നങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രകൃതിയോടിണങ്ങുന്ന ചെടിച്ചട്ടികളും മേളയിലൂടെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും. പ്ലാസ്റ്റിക് കവർ ഇത് വന്നതിന് ശേഷം ഇതുകൊണ്ട് ലാഭമുണ്ട്, പിന്നെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളുടെ സംഘങ്ങളിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി ആണെങ്കിലും ഞങ്ങൾക്കാണ് എല്ലാവരും നല്ല സഹകരണത്തോടു കൂടെ ചെയ്തു പോകുന്നുണ്ട്. മേളയിലെ യഥാർത്ഥ താരങ്ങൾ ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: പോലീസ് നായ്ക്കൾ. കൊച്ചി സിറ്റി പോലീസിന്റെ K9 സ്ക്വാഡിലെ 8 നായ്ക്കളാണ് ഡോഗ് ഷോയിലൂടെ കാണികളുടെ മനം കവർന്നത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന എക്സ്പ്ലോസീവ് ഡോഗുകൾ, ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്ന നർക്കോട്ടിക് ഡോഗുകൾ, മോഷണം, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന ട്രാക്കർ ഡോഗുകൾ, മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന കഡാവർ ഡോഗുകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള നായ്ക്കൾ തങ്ങളുടെ പരിശീലകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. നായകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ജനഹൃദയം കീഴടക്കി മുന്നേറുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിലെ താരങ്ങളാണ് പോലീസ് നായ്ക്കൾ. കൊച്ചി സിറ്റി പോലീസിന്റെ K9 സ്ക്വാഡിലെ 8 നായ്ക്കളാണ് ഡോഗ് ഷോയിലൂടെ കാണികളുടെ മനം കവർന്നത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന എക്സ്പ്ലോസീവ് ഡോഗുകൾ, ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്ന നർക്കോട്ടിക് ഡോഗുകൾ, മോഷണം, കവർച്ച, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്ന ട്രാക്കർ ഡോഗുകൾ, മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന 4 വിഭാഗത്തിൽ നിന്നുള്ള നായ്ക്കളാണ് മേളയിലുള്ളത്. പരിശീലകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവ പ്രകടനങ്ങൾ നടത്തിയാണ് കാണികളെ ആകർഷിക്കുന്നത്. കൃഷിയെ അടുത്തറിയാനും വൈവിധ്യമാർന്ന കാർഷിക വിളകൾ വാങ്ങാനും അവസരമൊരുക്കിയ കൃഷി വകുപ്പിന്റെ സ്റ്റാളുകളും ജനശ്രദ്ധ നേടി. 50ലധികം അപൂർവ നെല്ലിനങ്ങളായ പഞ്ചാബിലെ റാംലി, കർണാടകയിലെ കരിഗജബാല, കലാനോനിയ എന്നിവയും തേങ്ങാച്ചക്ക, ദുരിയാൻ ചക്ക, ഗാഗ്, ആപ്രിക്കോട്ട് തുടങ്ങിയ കൗതുക വിളകളും ഇവിടെ പ്രദർശിപ്പിച്ചു. വകുപ്പിന്റെ സേവനങ്ങളെക്കുറിച്ചും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി തയ്യാറാക്കിയ കേരള അഗ്രോ ബ്രാൻഡിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ആദ്യ സ്റ്റാളിലും, കാർഷിക വിളകളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും രണ്ടാമത്തെ സ്റ്റാളിലുമായി ഒരുക്കിയിരുന്നു. എറണാകുളം ജില്ലയിലെ വിവിധ ഭൗമമേഖലകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള സ്റ്റാളുകളിൽ ചെറുധാന്യങ്ങൾ മുതൽ വൻമരങ്ങളുടെ തൈകൾ വരെ ലഭ്യമാണ്.
പഞ്ചാബിൽ കണ്ടുവരുന്ന അപൂർവ ഇനം നെല്ലായ രാംലി, കർണാടകയിൽ അപൂർവമായി കണ്ടുവരുന്ന നെല്ലിനങ്ങളായ കരിഗജപാലയും കലാനോനിയയും തുടങ്ങി 50-ലധികം അപൂർവ നെല്ലിനങ്ങളും ഒട്ടനവധി കൗതുകങ്ങളും അതിലുപരി വിജ്ഞാനവും പകരുന്നതാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കൃഷിവകുപ്പിന്റെ സ്റ്റാളുകൾ. തേങ്ങാച്ചക്ക, ദുരിയാൻ ചക്ക തുടങ്ങി ഗാഗും ആപ്രിക്കോട്ടും വരെ ഇവിടെ കാണാനാകും. 2 സ്റ്റാളുകളാണ് മേളയിൽ കൃഷിവകുപ്പിന്റേതായി ഉള്ളത്. ആദ്യ സ്റ്റാളിൽ വകുപ്പിന്റെ സേവനങ്ങളെക്കുറിച്ചും കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള കേരള അഗ്രോ എന്ന ബ്രാൻഡിനെ കുറിച്ചുമാണ് ഉള്ളത്. രണ്ടാമത്തെ സ്റ്റാളിലാണ് കാർഷിക വിളകളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും നടത്തുന്നത്. മേളയിലെത്തുന്ന ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലാണ് സ്റ്റാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കാലം കൊച്ചി മറൈൻ ഡ്രൈവ് അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലായിരുന്നു. ലക്ഷത്തിലധികം പേരാണ് എന്റെ കേരളം മേള സന്ദർശിക്കാനെത്തിയത്. എല്ലാ സ്റ്റാളുകളിലും വലിയ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ സാധിച്ചതിനൊപ്പം വിജ്ഞാനവും വിനോദവും ഒരുപോലെ നേടാൻ കഴിഞ്ഞുവെന്ന് മേളയെ കൂടുതൽ ജനകീയമാക്കി. കൊച്ചിയുടെ ഹൃദയം കീഴടക്കിയ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് മെയ് 23-ന് വർണ്ണാഭമായ സമാപനമായി. സമാപന സമ്മേളനം സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ശ്രീ PB നൂഹ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ് അധ്യക്ഷത വഹിച്ചു. പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും സേവനങ്ങളും ഉൾക്കൊള്ളിച്ച 276 സ്റ്റാളുകളും വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും മേളയുടെ മാറ്റുകൂട്ടി. വ്യവസായ വകുപ്പിന് കീഴിൽ അണിനിരന്ന വിവിധ വാണിജ്യ സ്റ്റാളുകളിൽ നിന്ന് മാത്രം 52.75 ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായതെന്നത് മേളയുടെ വലിയ വിജയമായി കണക്കാക്കുന്നു. സമാപന സമ്മേളനത്തിൽ വിവിധ വകുപ്പുകളിലുള്ള പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മികച്ച സർക്കാർ സ്റ്റാളുകളുടെ വിഭാഗത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ് 1-ാം സ്ഥാനവും, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2-ാം സ്ഥാനവും, പോലീസ് വകുപ്പ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. മികച്ച വാണിജ്യ സ്റ്റാളുകൾക്കുള്ള പുരസ്കാരത്തിൽ കയർ ഫെഡ് 1-ാം സ്ഥാനവും സാമൂഹിക നീതി വകുപ്പ് 2-ാം സ്ഥാനവും സ്വന്തമാക്കി. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച ഓൺലൈൻ ഫോട്ടോഗ്രാഫി റീൽസ് മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റും സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്തു. പിണറായി സർക്കാർ കഴിഞ്ഞ 9 വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സേവനങ്ങളും ഉൾപ്പെടെ 276 സ്റ്റാളുകളും സാംസ്കാരിക പരിപാടികളുമായി കൊച്ചിയുടെ ഹൃദയം കീഴടക്കിയാണ് മേളയുടെ സമാപനം നടന്നത്. ഒരാഴ്ചയായി 1 ലക്ഷത്തിലധികം പേർ മേളയുടെ ഭാഗമായി. സമാപന സമ്മേളനത്തിൽ വിവിധ വകുപ്പുകൾക്കുള്ള പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മികച്ച സർക്കാർ സ്റ്റാളുകളുടെ വിഭാഗത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2-ാം സ്ഥാനവും പോലീസ് 3-ാം സ്ഥാനവും നേടി. മികച്ച വാണിജ്യ സ്റ്റാളുകൾക്കുള്ള പുരസ്കാരത്തിൽ കയർ ഫെഡ് 1-ാം സ്ഥാനവും സാമൂഹ്യനീതി വകുപ്പ് 2-ാം സ്ഥാനവും സ്വന്തമാക്കി. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച ഓൺലൈൻ ഫോട്ടോഗ്രാഫി റീൽസ് മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്തു. സമാപന സമ്മേളനത്തിൽ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ K മനോജ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിജാസ് ജുവൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ NB ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങനെ എറണാകുളം ജില്ലയ്ക്ക് അറിവിന്റെയും വിനോദത്തിന്റെയും പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ച് എന്റെ കേരളം മേളയ്ക്ക് തിരശ്ശീല വീണു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും മേള സഹായകമായി. സംസ്ഥാനത്തൊട്ടാകെ നടന്ന ഈ പ്രദർശന വിപണന മേളകൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.